ഹായ് ഓൾ മക്കളെ, നമ്മുടെ ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ജൂൺ 1 മുതൽ തന്നെ നമുക്കറിയാം സ്കൂളിലെ ക്ലാസ്സസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഓരോ സബ്ജക്റ്റുകളും വീണ്ടും കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കണം. പക്ഷെ പ്രത്യേകത ഒന്നുണ്ട്, ഇപ്രാവശ്യം SSLC ആണ്. കുറച്ചും കൂടി കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫുൾ A+ അടിക്കാനുള്ള ചാൻസ് ഒക്കെ അവിടെ കുറഞ്ഞു വരികയാണ്. നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്ന് എക്സാം വൈ ലേണിംഗ് എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്. നമുക്ക് ഇപ്രാവശ്യത്തെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത് എന്നുള്ളൊരു ഐഡിയ നേരത്തെ ഉണ്ടെങ്കിൽ പഠനത്തെ കുറച്ചുകൂടി എളുപ്പമാക്കുവാനും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നേരത്തെ കിട്ടിക്കൊണ്ട് നേരത്തെ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുവാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഏതൊക്കെ ടോപ്പിക്സ് ഉള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുടക്കം തന്നെ എത്രത്തോളം ഇനി നമുക്ക് മുന്നേറാനുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യും, ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പോൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി നമുക്ക് നോക്കുകയാണെങ്കിൽ 7 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 ചാപ്റ്ററുകൾ ആദ്യത്തെ ഒരു പാർട്ടിലും സെക്കൻഡ് പാർട്ടിലെ ടെക്സ്റ്റ് ബുക്കിൽ 3 ചാപ്റ്റേഴ്സുമാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1ാമത്തെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിലും 2ാമത്തെ ചാപ്റ്ററും ഓർഗാനിക് കെമിസ്ട്രിയാണ്. 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ കാർബണിന്റെ ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ് ഇത്. അപ്പൊ നമുക്ക് 8th ഉം 9th ഒക്കെ നേരത്തെ കൃത്യമായി ഐഡിയ ഉള്ളവരും കൺസെപ്റ്റ് ഉള്ളവരുമാണെങ്കിൽ 10ാം ക്ലാസ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ ഈ ഒരു വെക്കേഷനിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഐഡിയ ഒന്നും ഇല്ലേ, എന്നാൽ ഇത് രണ്ടും ഓർഗാനിക് ആണെന്ന് അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോഴും വെക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ 9th അവസാനത്തെ ചാപ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സുകളെ നോമൻക്ലേച്ചർ നെയിം ചെയ്യാനുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൽക്കഹോൾസിനെ കുറിച്ചും ആൽഡിഹൈഡ്സ്, അതേപോലെ തന്നെ ഈതർ, അതേപോലെയുള്ള കാർബോക്സിലിക് ആസിഡ്സിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാണ്ട് അങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇവർ തമ്മിലുള്ള ഐസോമറിസം എന്ന് പറയുന്ന ഒരു ഫിനോമിനയെ കുറിച്ച് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഈ ഒരു 3 ടോപ്പിക്സുകളാണ് അതിൽ കാര്യമായിട്ട് ഉണ്ടാവുക. അതിൻ്റെ നേരെ ബാക്കിയാണ് ഈ 2ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. ഒരു 5 കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച്, സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, പോളിമറൈസേഷൻ, കമ്പഷൻ, തെർമൽ ക്രാക്കിംഗ് എന്നൊക്കെ പേരുള്ള ഒരു 5 റിയാക്ഷൻസ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു 2-3 ഓർഗാനിക് കോമ്പൗണ്ട്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. മെത്തനോൾ ഉണ്ട്, എത്തനോൾ ഉണ്ട്, അതേപോലെ എത്തനോയിക് ആസിഡിനെ കുറിച്ചും അതിൻ്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, യൂസസ് ഒക്കെ അവിടെ എന്ത് ചെയ്യേണ്ടിയും പഠിക്കാനുണ്ടാകും. പിന്നെ എസ്റ്ററിഫിക്കേഷൻ, നമുക്കറിയാം നല്ല ഫ്രൂട്ടി അല്ലെങ്കിൽ സ്മെല്ലുള്ള അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉള്ള എസ്റ്ററുകൾ, നമ്മൾ എസൻസ് എന്നൊക്കെ വിളിക്കുന്ന ആ സംഗതികളെ കുറിച്ച്, അതിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാണ്ട്. അവസാനം മെഡിസിൻസിനെ കുറിച്ച്, നമുക്കറിയാം പാരസെറ്റമോളൊക്കെ നമുക്ക് പരിചയം ഉണ്ടല്ലോ, അതൊക്കെ ഏത് വിഭാഗത്തിൽ പെട്ടതാണ്, ആന്റിപൈററ്റിക്സ്, അനാൾജസിക്സ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാണ്ട് അതിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിസിൻസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് ആദ്യത്തെ ഒരു 2 ചാപ്റ്ററുകളിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, പഠിക്കാനുള്ളത്. 3ാമത്തെ ചാപ്റ്റർ നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണ്. ഈ പീരിയോഡിക് ടേബിളിനെ കുറിച്ചും ഓൾറെഡി 9th നമുക്ക് ഓൾറെഡി അറിയാം. അവിടെ നമുക്ക് ആദ്യം ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു മോഡേൺ കെമിസ്ട്രിയിലെ ഒരു ടേംസ് ആണ്. അതിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ 9th പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള ഷെൽ ആൻഡ് സബ് ഷെൽ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 9th വരെ നമ്മൾ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അറിയുള്ളൂ, 281 അങ്ങനെ അറിയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് സബ് ഷെല്ലിലേക്ക് പോകാനുണ്ട്. അങ്ങനെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ബ്ലോക്ക്, പീരിയഡ്, ഗ്രൂപ്പ് തുടങ്ങിയ ഒരു എലമെന്റിനെ കുറിച്ചുള്ള ഫുൾ ഡാറ്റ നമുക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞ ബ്ലോക്കുകളെ കുറിച്ച് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് തുടങ്ങിയ 4 ബ്ലോക്ക് ആക്കിയിട്ടാണ് പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആ ഓരോ ബ്ലോക്കിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, കുറച്ചും കൂടി ബൈ ഹാർട്ട് ചെയ്തതിലപ്പുറത്ത് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ പറ്റും. ദെൻ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിലെ ഗ്യാസ് ലോസ് നമുക്കറിയാം ഗ്യാസിനെ കുറിച്ച് മാത്രമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 3 ലോസ് ഉണ്ട്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ. അങ്ങനെ ആ 3 ലോസിനെ കുറിച്ചും അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്താൽ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ബട്ട് മോൾ കൺസെപ്റ്റ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ, ഇത് കുട്ടികൾക്ക് കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടായിരിക്കും ഉണ്ടാവുക. ഒരു 3-4 ഇക്വേഷൻസ് ഉള്ളൂ. ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാനും ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് വെച്ചുകൊണ്ട് അതിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതിൻ്റെ വോള്യം, അതിൻ്റെ മാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന കുറച്ച് മാത്തമാറ്റിക്കലാണ്. മാത്തമാറ്റിക്കൽ പറയുമ്പോൾ ഭയങ്കര ടഫ് ഒന്നുമില്ല,
മൾട്ടിപ്ലിക്കേഷൻ അറിയണം, അഡീഷൻ അറിയണം, കമ്പയർ ചെയ്യാൻ വെച്ചു നമുക്കറിയണം. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭാഗം കുറച്ചും കൂടി നല്ല അടിപൊളിയായിരിക്കും. കുട്ടികൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഡൗട്ട്സ് അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയയാണ് എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ നോട്ട് ചെയ്യേണ്ടതാണ്. അത് ഇപ്പോഴേ പറഞ്ഞ എന്തിനാ, പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നേരെ മറിച്ച് എന്ത് ചെയ്യണം, നമുക്ക് ഈ ചാപ്റ്റർ വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കി അതിൻ്റെയൊക്കെ PDF അവൈലബിൾ ആണ്. നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF നമുക്ക് നെറ്റിൽ അവൈലബിൾ അല്ലേ, ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. SCERTൻ്റെ സൈറ്റിൽ പോയാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കുറച്ചും കൂടി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് 5th ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം. അവിടെ നമുക്ക് 8th പഠിച്ച ഒരുപാട് കെമിക്കൽ ചേഞ്ചസുകൾ ഉണ്ടായിരുന്നല്ലോ അല്ലെ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചില്ലേനോ. അങ്ങനെയുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട്, റിയാക്ടിവിറ്റി, ഓരോ മെറ്റലിൻ്റെയും റിയാക്ട് ചെയ്യാനുള്ള എബിലിറ്റി, അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്ന അവിടെയൊക്കെ ആനോഡ്, കാഥോഡ്, റിഡോക്സ് റിയാക്ഷൻ, ഓക്കെ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഇതൊക്കെ 9th പഠിച്ചതാണ് കേട്ടോ. ആ ഭാഗമൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ വെക്കേഷൻ ഉപയോഗിച്ചോ, അതിൽ നമുക്ക് കുറച്ചുകൂടി കറക്റ്റായിട്ട് തരും കാര്യങ്ങൾ മനസ്സിലാക്കും. ദെൻ ആ ഇലക്ട്രോലൈസിസിൻ്റെ അല്ലേ, കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ നടത്തുമല്ലോ, ആ ഇലക്ട്രോലൈസിസിൻ്റെ അപ്ലിക്കേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലുകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് മെറ്റൽസ് എന്ന് പറയുന്ന 6th ചാപ്റ്റർ ഉണ്ട്. 99% ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ. കെമിസ്ട്രി അങ്ങനെയാണ്, ചില കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടി വരും. ചിലപ്പോൾ ഇത് രണ്ടും ഇൻ ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്നതുണ്ടാവും. ആ രൂപത്തിൽ കെമിസ്ട്രി പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് മിനറൽ, എന്താണ് ഓർ, നമ്മൾ മെറ്റൽസ് എന്നുള്ള 8th ക്ലാസ്സിലെ ചാപ്റ്റർ പഠിച്ചില്ലേനോ, ആ മെറ്റൽസിൻ്റെ നേരെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഭാഗമാണിത്. മെറ്റലർജി, ഒരു മെറ്റലിനെ അതിൻ്റെ ഓറിൽ നിന്നും എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യം, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകൾ, ടെക്നിക്സ്, സ്റ്റേജസ്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്. പിന്നെ ചില പ്രധാനപ്പെട്ട മെറ്റൽസ്, അലുമിനിയം, അയേൺ, സിങ്ക്, അങ്ങനെ പ്രധാനപ്പെട്ട ചില മെറ്റൽസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ട്രാക്ഷനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ദെൻ മെറ്റൽ പിന്നെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന അലോയ്സിനെ കുറിച്ച്, കൊറോഷനെ കുറിച്ചൊക്കെയാണ് ആ ഒരു ചാപ്റ്റർ ഉള്ളത്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ കുറച്ച് വലിയൊരു ചാപ്റ്ററാണ് ഈ ലാസ്റ്റ് ചാപ്റ്റർ. നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയ ശേഷം വലിയൊരു ചാപ്റ്ററാണ്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ചോദിക്കുകയും ചെയ്യും. അത് സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. ആക്ച്വലി സിമ്പിൾ വേർഡ് പറയുകയാണെങ്കിൽ നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ നമുക്കറിയാം NH3 അമോണിയനെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന റിവേഴ്സിബിൾ റിയാക്ഷനുകളൊക്കെ വരുന്ന ഒരു ഏരിയ അവിടെ പഠിക്കാണ്ട്. ദെൻ സൾഫ്യൂരിക് ആസിഡ്, ഇതിനൊക്കെ പ്രിപ്പറേഷന്, പ്രോപ്പർട്ടീസ്, യൂസസ് കുറേ ബൈഹാർട്ടാണ്. ദെൻ ചില പ്രധാനപ്പെട്ട ആസിഡ്സ് ആൻഡ് ബേസിസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്, അവസാനത്തിൽ ഫെർട്ടിലൈസേഴ്സും. അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കും, ഒരു വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ബ്രോഡ് ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചിലത് മനസ്സിലാക്കി പഠിക്കേണ്ടി വരും, ചിലത് ബൈഹാർട്ട് ചെയ്ത് നമ്മൾ ഷോർട്ട് നോട്ടൊക്കെ എഴുതി പഠിക്കേണ്ടി വരും, ചിലത് നമുക്ക് എന്തെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കേണ്ടി വരും. അപ്പം അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് സൗകര്യങ്ങൾ ആക്ച്വലി നമ്മുടെ മുമ്പിലുണ്ട്. ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സാം വൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ കയറുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇതല്ല ഇതിലപ്പുറത്തുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ മെൻ്റലി എന്ത് ചെയ്യണം, പ്രിപ്പയർഡ് ആവണം. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാനുണ്ട്. ഇപ്രാവശ്യം full A+ കെമിസ്ട്രി നമുക്ക് എന്ത് ചെയ്യണം, full A+ അടിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവണം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ പേടിപ്പിക്കാനല്ല, നേരത്തെ പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് പ്രശ്നങ്ങളെ അറിഞ്ഞാൽ കുറച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എതിർക്കാൻ പറ്റുമെന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ വേണം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ. തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെ ഫ്രണ്ട്സിലൊക്കെ എന്ത് ചെയ്യുക, SLC എഴുതുന്ന അല്ലെങ്കിൽ നമ്മുടെ 10th ക്ലാസ്സിലേക്ക് വരുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകൾ ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. നിങ്ങളുടെ കരിയറിനെ, ഫ്യൂച്ചറിനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇപ്രാവശ്യത്തെ 10th ക്ലാസ് നമുക്ക് എന്ത് ചെയ്യണം, പൊളിക്കണം. റെഡി, ബൈ.